കൂട്ടുകാരെ, ഞാനിപ്പോൾ എവിടെയാണെന്നറിയോ? ഞാനിപ്പോൾ നിൽക്കുന്ന സ്വർഗത്തിലാണ്. കണ്ടോ എൻ്റെ പിന്നിലേക്ക് നോക്കിയേ. ഈ വീട്ടുകാരൻ ഞാൻ മോണ്ടിനെഗ്രോയിൽ ഒരു ക്യാമ്പ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വണ്ടിയായിരുന്നു എൻ്റെ അയൽവക്കത്തുണ്ടായിരുന്നു. ഞാനത് തിരിച്ച് കാണിക്കാം. ഞാൻ മോണ്ടിനെഗ്രോയിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ ഒരു കടലിൻ്റെ തീരത്ത് 2-3 ദിവസം ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്തു. അങ്ങനെ എല്ലാ ദിവസവും പോയി സൺബാത്ത് ചെയ്ത് നമ്മൾ കറുത്തു പോണതിനൊന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ എന്നല്ല, കറുത്ത് പോകണം, വെയിൽ കൊള്ളണം, നമ്മളൊക്കെ നമ്മുടെ റേസീസൊക്കെ മാറ്റണം. അപ്പോൾ അന്നേരം എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നതാണ് ഇദ്ദേഹം. അങ്ങനെ ഞാൻ യാത്രയാണെന്ന് അറിഞ്ഞപ്പോൾ പോളണ്ടിലേക്ക് വരുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. പോളണ്ട് അതിർത്തിയിലാണ് ചേച്ചിയുടെ. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ഭയങ്കര അത്ഭുതങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് കഴിഞ്ഞപ്പോൾ അവിടെ പത്രക്കാരെയൊക്കെ വിളിച്ച് എനിക്കൊരു ഭയങ്കര സ്വീകരണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീടാണിത്. സ്വാഗതം എന്നാണ്, വിത്താമി എന്ന് എഴുതിയാണ്, സ്വാഗതം എന്ന് എഴുതിയേക്കുന്നത്. കണ്ടോ, ഞങ്ങൾ ബാർബിക്യൂ ചെയ്ത് ദിസ് ഈസ് റിയൽ സ്വർഗം. ഞങ്ങളങ്ങനെ ഇവിടെ ബാർബിക്യൂ ചെയ്തു. അവിടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇത് ലാവണ്ടർ പുഷ്പങ്ങൾ, ദൂരം തേനീച്ചകളും ചിത്രശലഭങ്ങളുമാണ് ഇവിടെ മുഴുവനും. അദ്ദേഹത്തിന് അവിടെ തേനീച്ച കൂടുണ്ട്, കാണിക്കാം. എന്തൊരു ചെറിയ വീടാണ്, പക്ഷെ സ്വർഗം തന്നെ, റിയൽ സ്വർഗം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പൊക്കെയാണ്. ഒരു വർക്ക്ഷോപ്പിൻ്റെ ഇതാണ്, കണ്ടോ. അവിടെ മുഴുവനും ലാവണ്ടർ പൂവൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയായിട്ട്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ എന്തൊരു മണമെന്ന് പറയും. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളിലൊന്നാണ്. വളരെ ചെറിയ സ്ഥലമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സ്ഥലം. ഇനി ഞാൻ താമസിക്കുന്നത്, ഇതൊരു വീടാണ്. ഇവിടെ തേനീച്ചകളാണ്, അപ്പുറത്തുണ്ട്. ഇതൊക്കെ തേനീച്ചക്കൂടുകളുണ്ടോ, തേനീച്ചപ്പെട്ടി. ഇതിനകത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ പെട്ടിയൊക്കെ വെച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അലങ്കോലമായിരിക്കും. കാണിക്കാം. ഇത്ര ഏരിയ ഉള്ളൂ. ഈ കാണുന്ന ഗ്യാപ്പിൽ തേനീച്ചകളുടെ ഒപ്പമാണ് ഞാൻ കിടക്കുന്നത്. തേനീച്ചകളുടെ മണമൊക്കെ കിട്ടുന്നുണ്ട്, തേനിൻ്റെ കൂടിൻ്റെ മണം ഒക്കെ. ഈ പെട്ടിയെല്ലാം ഇതിനിടയിൽ മുഴുവനും അടിയിൽ തേനീച്ചകളാണ്. ഇതിൻ്റെ മുകളിലാണ് തേനീച്ചകളുടെ ഒപ്പമാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ലക്ഷക്കണക്കിന് തേനീച്ചകൾക്കൊപ്പം ഞാൻ കിടന്നുറങ്ങുന്നു. ഇത്രയും മതി മനുഷ്യന്. എത്ര ഭൂമി വേണം? 6 അടി മണ്ണ് മതി എന്ന് പറഞ്ഞ പോലെ. നിർത്തി കുഴിച്ചിടുകയാണെങ്കിൽ 4 അടി മണ്ണ് മതി, 4 അടി സ്ഥലം മതി, നമ്മുടെ കാലടി വയ്ക്കാനുള്ള സ്ഥലം. അപ്പോൾ ഇതിനകത്താണ് ഞാൻ തങ്ങുന്നത് ഒരാഴ്ച, 1-2 ദിവസമല്ല. പോളണ്ടിൻ്റെ ചേച്ചിയെ അതിർത്തിക്കടുത്താണ്, ഉസ്ട്രോൺ എന്നൊക്കെ പറയും സ്ഥലപ്പേര്. അയൽവക്കക്കാരൻ്റെ വീട് കണ്ടു. ഇവിടെയൊക്കെ മനോഹരമാണ് ഇവരുടെയൊക്കെ വീടുകളുടെ ഡിസൈൻ കണ്ട. വളരെ ചെറിയ വീട്, കഷ്ടിച്ചൊരു മുറി, അതിൻ്റെ മുകളിൽ അദ്ദേഹം അതിൻ്റെ കിടപ്പുമുറി, അത്രയേ ഉള്ളൂ. റിയൽ ടൈനി ഹോം. എന്നിട്ടും കണ്ട വീടല്ല അവർക്ക് പ്രധാനപ്പെട്ടത്. ദൂരം ചെയറുകളെ പുറത്തിട്ടേക്ക് നിന്നിട്ടില്ലേ. ആൻഡ് പിള്ളേർക്ക് ചാടിത്തുള്ളി കളിക്കാനുള്ള സ്ഥലങ്ങൾ. അദ്ദേഹം 2 മക്കളും ഉണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചീനെ കണ്ടാൽ ഒട്ടും പ്രായം തോന്നില്ല. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പറയണേ. ഇവിടെയൊക്കെ വിട്ടു പോകാൻ തോന്നുമോ? ഇത്രയും കഷ്ടപ്പാടെല്ലാം തീരുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള വരുമ്പോഴാണ്. നോക്കിക്കോളൂ, ഒരു കാര്യം കൂടി. അതിസമ്പന്നമായിടും എന്തോരം ആൾക്കാരാണെന്നറിയാം. ഇതൊരു കുഞ്ഞു ഗ്രാമമാണ്. ആ വീട് തന്നെ ഉണ്ടാവും. എന്തോരം ആൾക്കാരാണെന്നറിയാം ബൈക്കിൽ. ദൂരമാണെന്ന് വെച്ചാൽ പറയാനില്ല. ഇവിടെയുള്ള ആളുകൾ മുഴുവനും ഇതേ ചെയ്യുള്ളൂ. അതും കൂറ്റൻ പർവ്വതങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെയാണ്, മൗണ്ടൻ ട്രക്കിങ്ങും എല്ലാമായിട്ട്. അപ്പോൾ ടൂർ ദെ ഫ്രാൻസ് എന്ന് പറഞ്ഞ പോലെ ടൂർ ദെ പോളണ്ടിലെ ടൂർ ദേ ഉണ്ട്. അതിനകത്ത് ഗസ്റ്റായിട്ടാണ് എന്നെ വിളിച്ചേക്കുന്നത്. നിയതി എന്തെന്ത് അത്ഭുതങ്ങളാണ് ഒരുക്കി വെച്ചേക്കുന്നത്.
അപ്പോൾ യാത്രയുടെ എല്ലാ കഷ്ടപ്പാടുകളും സാമ്പത്തിക ബാധ്യതകളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയുള്ള സന്തോഷങ്ങളിൽ അലിഞ്ഞു തീരും. ഈ ഒരെണ്ണം മതിയല്ലോ, ഇനി എത്ര വേണമെങ്കിലും ഇനിയും കഷ്ടപ്പെടാനുള്ള ഊർജം കിട്ടാനായിട്ട്. ബൈ.